ഹലോ ഫ്രണ്ട്സ്, ഹെർഫോർഡ് മല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. ഞങ്ങളുടെ ഈ ചാനലിലൂടെ നിങ്ങൾ ചെറിയ ചെറിയ ട്രാവൽ വീഡിയോസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ലൈഫ് മൊമെൻറ്റ്സ്, ചെറിയ പ്രോഡക്റ്റ് റിവ്യൂസ് ഫോർ ബേബി യൂസ്, അതുപോലെ തന്നെ ഞാൻ മെറ്റേണിറ്റി യൂസ് ചെയ്ത ക്ലോത്ത്സ്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസാണ് ഇതിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോൾക്ക് വേണ്ടി, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങി വെച്ച പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നും അത് എനിക്ക് എന്തൊക്കെ ശരിക്കും യൂസ്ഫുൾ ആയെന്നും വെറുതെ കാശ് പോയെന്നുള്ളത് പറയുന്നതാണ് ഈ വീഡിയോ. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ആദ്യം വാങ്ങിയ സാധനമാണ് ഈ നെക്സ്റ്റ് മി ക്രിബ്. ഇത് ബബുലു എന്ന് പറയുന്ന അങ്ങനെ ഞാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്, ആ ബ്രാൻഡിൻ്റെ നെക്സ്റ്റ് മി ക്രിബാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടെ തന്നെ കിടത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കാണുന്ന പാർട്ട് നമുക്ക് താഴ്ത്തിയിടാം. അപ്പോൾ അത് ബെഡിനോട് ചേർന്ന് തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് കൈയൊക്കെ മോളുടെ മേത്ത് തന്നെ വെച്ച് നമുക്ക് എണീക്കൊക്കെയാണ് തട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ മോൾക്ക് നമ്മൾ അടുത്തുണ്ടെന്നുള്ളൊരു ഫീൽ തന്നെ കിട്ടും. ബെഡിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം മോള് എണീറ്റ് നിൽക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ട് പൊക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവൾക്ക് 8 മാസമായി. ഇത് 6 മാസം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സൈസിലോട്ട് പോകണത്. പക്ഷേ ഇത് സ്റ്റിൽ അക്കോർഡിംഗ് ടു ബേബീസ് വെയിറ്റ് ആണ്. അപ്പോൾ മോളുടെ വെയിറ്റ് ഇപ്പോൾ ഓക്കെ ആയതുകൊണ്ട് ഞാൻ സ്റ്റിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയെ മേത്ത് കൂടെ കിടത്തുമ്പോൾ കൈയിടുമോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ മേത്തോട്ട് നമ്മൾ മറിഞ്ഞു വീഴുമോ ആ ഒരു പേടി വേണ്ട. നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇപ്പോൾ എനിക്ക് സെക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം നമുക്ക് കൂടെ മോള് കിടക്കാൻ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ചെറിയ ബെഡാണ്. അപ്പോൾ ബെഡിൻ്റെ സ്പേസ് കൂടുതലും പോവുകയും ചെയ്യും. നമുക്ക് ഒരു സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 5 months വരെ സ്ട്രൈറ്റ് ഇത് തന്നെ, ഇത് കഴിഞ്ഞ് മാത്രമല്ല കണ്ടിന്യൂസ് ഇതാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ 5 months കഴിഞ്ഞപ്പോൾ അവളുടെ ബാപ്റ്റിസത്തിന് ഞങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നാട്ടിലിതില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും കൂടെ കിടക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൂടെ ഒന്ന് മാറ്റി കിടത്താൻ വേണ്ടി അപ്പം അവൾ അതിൽ കിടക്കും, ഉറങ്ങുമ്പോൾ അങ്ങനെ വഴക്കൊന്നും. പക്ഷെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന എന്താണോ അതാണ് ബേബി ഫോളോ ചെയ്യുക. എല്ലാവരും പറയും കൊച്ചി കിടക്കത്തില്ല, പക്ഷെ നമ്മൾ ട്രെയിൻ ചെയ്യണം, കുട്ടി അത് ഫോളോ ചെയ്യും. നമ്മൾ ആദ്യം മുതൽ അത് തന്നെ ഫോളോ ചെയ്ത്, അതുകൊണ്ട് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈച്ച് ബേബി ഈസ് ഡിഫറെൻറ്റ്. ഞാൻ വാങ്ങിയ അടുത്ത പ്രോഡക്റ്റ് ഈ കാണുന്ന ഫീഡിങ് ചെയറും പിന്നെ ഈ കാല് കയറ്റി വെക്കാൻ പറ്റുന്ന അതിൻ്റെ കൂടെയുള്ള സ്റ്റൂളുമാണ്. ഇതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. മോള് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ എണീറ്റിരുന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി സെക്ഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് ബാക്കിൽ സപ്പോർട്ടിട്ട് നമുക്ക് ഇരിക്കണം, കംഫർട്ടബിൾ ആയൊരു ചെയർ വേണം, അല്ലെങ്കിൽ നമുക്ക് ബാക്ക് ഭയങ്കര വേദന എടുക്കും. അതുപോലെ നമ്മുടെ കൈയൊക്കെ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ ചെയർ യൂസ് ചെയ്താണ് മോളെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തത്. അപ്പം നമുക്ക് അതിൽ തന്നെ ഇരുന്ന് ഫീഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ അതിലൊരു റോക്കിംഗ് ചെയറാണ്. അപ്പോൾ നമുക്കിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ആട്ടത്തിൽ കുഞ്ഞ് ഉറങ്ങുകയും ചെയ്യും, നമുക്ക് ഫീഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ കാല് പൊക്കി ഇങ്ങനെ നമ്മളും കംഫർട്ടബിളാണ്. അപ്പം ഞാൻ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് വാങ്ങിയത്. മൂന്നാമത് വാങ്ങിയതാണ് മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടുപ്പൊക്കെ ഇങ്ങനെ തൂക്കിയിടാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതിനുള്ളിൽ റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഇടുവാണ് നമുക്ക് കുറേ അതായത് ഓൾറെഡി നമ്മളൊക്കെ ഇങ്ങനെ UK വീടുകൾ നിങ്ങൾക്കറിയാം, ഒത്തിരി സ്പേസ് ഒന്നുമില്ല. നമ്മുടെ തന്നെ ക്ലോത്ത്സ് ഒരുപാടുണ്ട്. അപ്പോൾ കുട്ടിയുടെ കൂടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു കബോർഡ് വാങ്ങിയിരുന്നു. അപ്പം അതിൽ തന്നെ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാങ്ങി വെച്ചായിരുന്നു കബോർഡ്. അപ്പോൾ അതിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഞാൻ പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായ. നമുക്ക് സെക്ഷൻ സെക്ഷൻ എന്നല്ല, നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ബെഡിൽ കിടത്തി നമ്മൾ നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിന് ഭയങ്കരമായിട്ട് സപ്പോർട്ടില്ലാണ്ടായിപ്പോൾ നമുക്ക് വേദനയൊക്കെ എടുക്കും. നമ്മൾ കംഫർട്ടബിളും ആയിരിക്കത്തില്ല, കുഞ്ഞും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാൻ മേടിച്ചൊരു സാധനമായിരുന്നു ചേഞ്ചിങ് ടേബിൾ. അപ്പം ഫസ്റ്റ് 3 months, അതായത് 3 months കഴിഞ്ഞാണ് അവർ റോൾ ചെയ്യാൻ തുടങ്ങുന്നത്. 3 months ഒരു 4 to 5 months വരെ ഞാനത് യൂസ് ചെയ്തു. മോളെ റോൾ ചെയ്യുമ്പോൾ ഞാൻ പിടിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചേഞ്ചിങ് ടേബിൾ മേടിച്ചുകൊണ്ട് എനിക്ക് അതിൽ കിടത്തി മോളെ മാറ്റാൻ സഹായിക്കുമായിരുന്നു, മോളുടെ നാപ്പിയൊക്കെ മാറ്റാൻ സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എണ്ണ തേച്ച് കിടത്തുകയൊക്കെ ചെയ്തിരുന്നത് അതിലാണ്. പിന്നെ കൂടെ ഡ്രോയറും മേടിച്ചു. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും. ഈ കബോർഡും വാർഡ്രോബും ഈ ചേഞ്ചിങ് ടേബിൾ വിത്ത് ഡ്രോയർ, ചെസ്റ്റ് ഡ്രോയർ അങ്ങനത്തെ കിട്ടും നമുക്ക് വാങ്ങാൻ വേണ്ടി. അങ്ങനെ സെറ്റായിട്ട് കിട്ടും. ഇത് ഞാൻ സെറ്റായിട്ടൊന്നും അല്ല വാങ്ങി, വേറെ വാങ്ങി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എനിക്ക് യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ് ഈ ബാത്ത് ടബ്. ഇത് നമുക്ക് 3 വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും. ദസ്തൂനാണെങ്കിലും ഇതിൽ അവൾ കുഞ്ഞുതൊട്ട് ഇതിൽ കിടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എസ്തുവിന് വേണ്ടി വാങ്ങിയൊരിതാണ്
ട്രാവൽ സിസ്റ്റം. ഞാൻ അതിൻ്റെ കാർ സീറ്റും പ്രാമും എല്ലാം കൂടെ ഉള്ള ഒന്നിച്ചാണ് വാങ്ങി. ഒരു സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഞാൻ വാങ്ങിയപ്പോൾ അത് 895 പൗണ്ട്സ് ആയിരുന്നു അതിന്. ഐ ക്യാൻഡിയുടെ ഓറഞ്ച് അതാണ് ഞാൻ മേടിച്ചത്. ഭയങ്കര നല്ലൊരു ട്രാവൽ സിസ്റ്റമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ട്രാവൽ സിസ്റ്റം മേടിക്കുന്നതിന് ബെനിഫിറ്റ് എന്താണ്, നമുക്ക് കുഞ്ഞിന് ഒരു 3 years വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ പ്രാമിന് അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുട്ടിയും കൂടെ ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് ആ കുട്ടീനെ ആ സെയിം സ്ട്രോളർ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടയറും അതൊക്കെ ഭയങ്കര വലിയ ടയറാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര ഈസിയാണ്. പിന്നെ കുറച്ചൊരു ഇതെന്ന് വെച്ചാൽ ഇച്ചിരി ഹെവിയാണത്. ഇപ്പം അമ്മമാർക്കൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തുടങ്ങിയില്ല. എനിക്കിപ്പോൾ ഹസ്ബൻഡ് എല്ലാം ചെയ്ത് തരും. ഞാൻ ഒറ്റയ്ക്കെങ്കിലും പോകാറില്ല, ഹസ്ബൻഡിൻ്റെ കൂടെ മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ പുള്ളിയെല്ലാം ചെയ്യും. പക്ഷെ തന്നെയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതിൻ്റെ കൂടെ കിട്ടിയ കാർ സീറ്റ് ജോയിയുടെ കാർ സീറ്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ആ സിസ്റ്റത്തിന് തന്നെയായിട്ടൊരു വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം. ഞങ്ങൾ ഈ പ്രാമും ഈ കാർ സീറ്റ് ഇതും എല്ലാം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും ഷോപ്പിങ്ങിനോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ഇതുള്ളതുകൊണ്ട് എസ്തു അതിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴും എസ്തു കാർ സീറ്റിൽ ഇരിക്കാൻ മടിയൊന്നും കാണിച്ചില്ല. അപ്പം നമ്മളെപ്പോഴും നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ബെറ്റർ കാർ സീറ്റൊക്കെ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിയൊരു സ്വിങ് ആണ്. അത് ആക്ച്വലി ഞാൻ വാങ്ങിയതല്ല, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് കൊടുക്കാം. ഞാൻ വാങ്ങിയാണ് ഈ ലൈറ്റ്. ഇതൊരു ലൈറ്റാണ്. ഇത് നമുക്ക് നൈറ്റ് ടൈമിൽ നമുക്ക് എന്നാ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാൻ, റൂം ഡാർക്ക് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഞാൻ മേടിച്ചത് തന്നെ വൈറ്റ് നോയ്സ് ഒരു മെഷീൻ, ഒരു ചെറിയൊരു ബോക്സ് പോലാണത്. അതിൻ്റെ ഞാൻ പടം ഇവിടെ കൊടുക്കാം. കാരണം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ വീട് മാറി, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഞാൻ വൈറ്റ് നോയ്സ് സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കത് ഫോണിൽ വെച്ച് കൊടുക്കാൻ നമുക്ക് ഫോൺ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. വൈറ്റ് നോയ്സ് വെക്കുന്നതിന് ബെനിഫിറ്റ് എന്നാൽ കുട്ടീനെ കാം ഡൗൺ ആക്കും. കരയൊക്കെ ആണെങ്കിൽ വൈറ്റ് നോയ്സ് സൗണ്ട് കേൾക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും കുട്ടിയെ. എനിക്കത് എസ്തുവിൻ്റെ കാര്യത്തിൽ ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. നമ്മളത് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉറങ്ങും. ഇപ്പോഴും ഞങ്ങൾ സ്റ്റിൽ അത് യൂസ് ചെയ്യാറുണ്ട്. അവൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പടം ഞാനിവിടെ കൊടുക്കാം. റീസെൻ്റ് ആയിട്ട് വാങ്ങിയൊരിതാണ് നൂഡിലിൻ്റെ ഒരു ഹൈ ചെയർ. ഞാൻ അതിൻ്റെ വീഡിയോ സൈഡിൽ കൊടുക്കാം. അത് ഹൈ ചെയർ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എസ്തുവിന് അതിലിരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല, ഞാനിപ്പം സ്വിങ്ങിലിരിക്കാത്തത് കൊണ്ട് ഞാൻ ഈ ഹൈ ചെയറിൽ വെച്ചിട്ടാണ്. ഇടയ്ക്ക് TV ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ കൺട്രോളബിളിരുന്ന് കാണാം. അതിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഐ ലെവലിലാണ് TV ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കണ്ണിനൊന്നും ഒരു കുഴപ്പം വരത്തില്ലല്ലോ. നെക്ക് അല്ലെങ്കിൽ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ TV ഇച്ചിരി ഹൈറ്റിലായതുകൊണ്ട് അവൾ താഴെ ഇരുന്നിട്ട് ഇങ്ങനെയായിരുന്നു നോക്കിയിട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഹൈ ചെയറിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ ഹൈ ചെയർ ഭയങ്കര യൂസ്ഫുള്ളായി. പിന്നെ നമ്മൾ ഹൈ ചെയറൊക്കെ വീട്ടിലിരുത്തി തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഹോട്ടലിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഹൈ ചെയർസ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ കുട്ടിക്ക് അറിയാം ഇതിനകത്ത് അവരിയ്ക്കാനുള്ളതാണ്, ഫുഡ് കഴിക്കാനുള്ളതാണെന്ന് അറിയുമ്പോൾ കുട്ടികളെ നമ്മൾ വീട്ടിൽ തന്നെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവരിത് ഫോളോ ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ട്രെയിൻ ചെയ്യും. ഇപ്പോൾ എല്ലാവരും പറയും അങ്ങനെ ചെയ്താൽ കുട്ടി ചെയ്യില്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കുന്നോ അവരത് ഫോളോ ചെയ്യും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ എസ്തുവിന് വേണ്ടി വാങ്ങിയത്. എസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാനിതൊക്കെ വാങ്ങി. ഹൈ ചെയർ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ വാങ്ങി വെച്ചിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ചെയ്യും, ഞാനത് ലിങ്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.